ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലിബറലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസിയെക്കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെ ലിബറലൈസേഷൻ നമ്മൾ ഒരു ക്ലാസ്സിലെടുത്തു. അടുത്ത് നമ്മൾ പോകുന്നു പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചാണെന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകും. ഓക്കെ, പ്രൈവറ്റൈസേഷൻ. അപ്പോൾ 3 pillars ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസിയാണ് അല്ലേ? LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിൽ ലിബറലൈസേഷൻ കഴിഞ്ഞു, അടുത്തത് പ്രൈവറ്റൈസേഷൻ ആണ്. നോക്കാം നമുക്ക്. പ്രൈവറ്റൈസേഷൻ വാസ് വൺ ഓഫ് ദ 3 pillars ഓഫ് ദ ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് 1991 അല്ലെ? 91 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ 3 പില്ലറുകളിൽ ഒന്നാണ് ഏത്? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് പ്രൈവറ്റൈസേഷൻ? ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെഫിനിഷൻ. പ്രൈവറ്റൈസേഷൻ റെഫേഴ്സ് ടു the reduction of the role of the public sector and the expansion of the private sector in the economy. അപ്പോൾ എന്താണ് പ്രൈവറ്റൈസേഷൻ? റെഫേഴ്സ് ടു റിഡക്ഷൻ ഓഫ് ദ റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ. ആരുടെ റോള്? പൊതുമേഖലയുടെ റോള് കുറയ്ക്കുന്നു. ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ ഇക്കോണമി. എന്നിട്ട് ആരുടെ റോൾ എക്സ്പാൻഡ് ചെയ്യുന്നു? പ്രൈവറ്റ് സെക്ടറിന്റെ റോള് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രൈവറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, പബ്ലിക് സെക്ടറിന്റെ റോൾ കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ കൂട്ടുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓണർഷിപ്പ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്, മാറ്റലാണ്, കൈമാറ്റം ചെയ്യലാണ്. എന്ത്? ഓഫ് ദ ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. ഉടമസ്ഥാവകാശം മാത്രമല്ല, പിന്നെയോ മാനേജ്മെന്റ്. എന്ത്? മാനേജ്മെന്റും അതിന്റെ ഭരണതലവും. ഓർ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം. ആരുടെ? ഗവൺമെന്റ് ഓൺ എന്റർപ്രൈസ് ടു ദ പ്രൈവറ്റ് സെക്ടർ. അപ്പൊ എന്താണ്? പ്രൈവറ്റൈസേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫോം ചെയ്യുന്നു. അതുപോലെ മാനേജ്മെന്റ്, ഭരണവും അതുപോലെ നിയന്ത്രണവും ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. എന്തിൻ്റെ? ഓഫ് ഗവൺമെന്റ് ഓൺ എന്റർപ്രൈസ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സംരംഭങ്ങളുടെ. ആരിലേക്ക്? ടു ദ പ്രൈവറ്റ് സെക്ടർ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളുടെ ഉടമസ്ഥാവകാശവും മാനേജ്മെന്റ്, ഭരണതലവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിന്നും ആരിലേക്ക് മാറ്റുന്നു? സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നു. ഇറ്റ് ഈസ് കാൾഡ് പ്രൈവറ്റൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡീനാഷണലൈസേഷൻ. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡീനാഷണലൈസേഷൻ എന്ന് വിളിക്കാം, അപദേശസാൽക്കരണം എന്ന് വിളിക്കാം. ഡീനാഷണലൈസേഷൻ കാരണം എന്താണ്? 1969 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ മൈൻസ്, ഖനികൾ അല്ലേ, അതുപോലെ പ്രത്യേകിച്ച് ബാങ്കുകൾ നമ്മൾ എന്ത് ചെയ്തു? സ്വകാര്യ മേഖലയിലുള്ളതിനെ ഗവൺമെന്റ് ഏറ്റെടുത്തു. അതിനെ ദേശസാൽക്കരണം എന്നാണ് വിളിച്ചത്. ദേശസാൽക്കരണം മീൻസ് എന്ത്? സ്വകാര്യ മേഖലയിൽ നിന്ന് ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. ഇന്ന് നേരെ തിരിച്ചാണ്. 91 ശേഷം ഗവൺമെന്റ് സെക്ടറുള്ളതിനെ ആര്? പ്രൈവറ്റ് സെക്ടർ ഏറ്റെടുക്കുന്നു. അപ്പോൾ അന്ന് നാഷണലൈസേഷൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇന്ന്? ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് ഡീനാഷണലൈസേഷൻ. അതുകൊണ്ട് പ്രൈവറ്റൈസേഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡീനാഷണലൈസേഷൻ എന്നും വിളിക്കാം. ക്ലിയർ ആവുമല്ലോ? ദിസ് വാസ് അച്ചീവ്ഡ് ബൈ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? പ്രൈവറ്റൈസേഷൻ നമുക്ക് എങ്ങനെ നടപ്പാക്കാം? സ്വകാര്യ മേഖലയെ വിളിച്ചങ്ങ് വിട്ടാൽ മാത്രം മതിയോ? അല്ല. എങ്ങനെയാണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നത്? ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അപ്പൊ സ്വകാര്യവൽക്കരണം സാധ്യമാകുന്നതിന്റെ ഒരു ടൈപ്പ് ഇതാണ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം കൈമാറുക. അതെന്താ ഉദ്ദേശിക്കുന്നത്? മൂവിങ് ഗവൺമെന്റ് അസറ്റ്സ് ഓർ മാനേജ്മെന്റ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. അതായത് മൂവ് ചെയ്യുക ഗവൺമെന്റ് അസറ്റ്സ് ഓർ മാനേജ്മെന്റ്. അതായത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഗവൺമെന്റിന്റെ അസറ്റ്, ഗവൺമെന്റിന്റെ ആസ്തികൾ, ഓർ മാനേജ്മെന്റ്, ഗവൺമെന്റ് നിയന്ത്രണം ആരിലേക്ക്? ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. പ്രൈവറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൈമാറ്റം ചെയ്യുന്നു. എന്നുവെച്ചാൽ ഗവൺമെന്റ് വഹിച്ചുകൊണ്ടിരുന്ന റോള് ആർക്ക് കൊടുക്കുന്നു? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനോ പ്രൈവറ്റ് കമ്പനിക്കോ കൊടുക്കുന്നു. പൂർണ്ണമായി പറഞ്ഞാൽ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നു? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നു. ഇത് ഒരു ടൈപ്പാണ്, പ്രൈവറ്റൈസേഷൻ നടപ്പാക്കുന്ന ഒരു രൂപമാണ്. മറ്റൊന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിക്ഷേപ വിൽപ്പന. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പന. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉടമസ്ഥാവകാശം കൈമാറുകയല്ല കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ് അത് പ്രൈവറ്റൈസേഷന്റെ ഒരു ഫോമാണ്, ഒരു രൂപമാണ്. പക്ഷേ പൂർണ്ണമായും എന്തല്ല, ഉടമസ്ഥാവകാശം അവിടെ കൈമാറുന്നില്ല. പിന്നെ എന്താ നോക്ക്, സെല്ലിംഗ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ്, ഓഹരികളുണ്ടല്ലോ, ഓഹരികൾ, ഷെയർസ്. അപ്പോൾ സെല്ലിംഗ് ഇക്വിറ്റി ഷെയർസ് വിൽക്കുന്നു. ആരുടെ? ഓഫ് PSUs. എന്താ PSUs? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അവരുടെ ഷെയർസ് വിൽക്കുന്നു. ആർക്ക്? ടു ദ
ടു ദ പബ്ലിക് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആർക്കാണ് വിൽക്കുന്നത്? പബ്ലിക്കിന്. പബ്ലിക് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക്. ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്വകാര്യ സംരംഭങ്ങൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്. ഇത് പ്രൈവറ്റൈസേഷന്റെ മറ്റൊരു രൂപമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം അവരുടെ 51% ഓഹരികൾ എന്ത് ചെയ്യുന്നു? 50 അല്ലെങ്കിൽ 51% കൂടുതൽ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റാൽ ഓണർഷിപ്പ് കൂടി ചേഞ്ച് ആകും. അതാണ് പ്രൈവറ്റൈസേഷന്റെ ഒരു രൂപം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അതല്ല. ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ ഓണർഷിപ്പ് ചേഞ്ച് ആകുന്നില്ല. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു 10% ഓഹരികൾ അങ്ങ് വിൽക്കുന്നു. അപ്പോൾ 10% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വിൽക്കുന്നുള്ളൂ. ബാക്കി 90% ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതും ഒരു തരത്തിൽ എന്ത് തന്നെയാണ്? പ്രൈവറ്റൈസേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ആരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു? പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. അതാണ് സെല്ലിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് PSUs ടു ദ പബ്ലിക് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് രണ്ടും എന്താണ്? ടൈപ്പ് ഓഫ് പ്രൈവറ്റൈസേഷൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്ക്. ആൾദോ ദ NEP വാസ് ലോഞ്ച്ഡ് ഇൻ 1991, the Rangarajan Committee headed by Dr. C. Rangarajan was constituted in 1992 and submitted its report in 1993. It provided the first comprehensive roadmap for privatization in India. അപ്പോൾ നമ്മൾ നേരത്തെ ലിബറലൈസേഷനിലൊക്കെ രാജ ചെല്ലയ്യ കമ്മിറ്റിയെക്കുറിച്ചും നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഇതാ മറ്റൊരു കമ്മിറ്റിയെക്കുറിച്ച് ഇവിടെ പഠിക്കുകയാണ് പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട്. Although the NEP was launched in 1991, 91 ന്യൂ ഇക്കണോമിക് പോളിസി നമ്മൾ ലോഞ്ച് ചെയ്ത് നമുക്കറിയാം. അങ്ങനെയാണിരുന്നാലും ദ രംഗരാജൻ കമ്മിറ്റി, ദ സി രംഗരാജന്റെ നേതൃത്വത്തിൽ, അതായത് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ എന്തുകൂടിയായിരുന്നു? പിന്നീട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ പിന്നെ നമ്മുടെ ഇക്കണോമിക് അഡ്വൈസർ കൂടിയൊക്കെ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? രംഗരാജൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇക്കണോമിക് അഡ്വൈസറൊക്കെ ആയിട്ട് മാറിയ വ്യക്തിയാണ്. അപ്പോൾ രംഗരാജൻ കമ്മിറ്റി നിയമിക്കുന്നു. 91 ന്യൂ ഇക്കണോമിക് പോളിസി വന്നതെങ്കിലും രംഗരാജൻ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നാണ്? 92 കേട്ടോ. 92 അതിന്റെ ഹെഡായിരുന്നു ഡോക്ടർ സി രംഗരാജൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 92 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു 93. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ഇറ്റ് പ്രൊവൈഡഡ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് റോഡ് മാപ്പ് ഫോർ പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കേണ്ടതെന്നുള്ളത് കോംപ്രിഹെൻസീവായ ബൃഹത്തായ ഒരു റോഡ് മാപ്പ്, ഒരു ഗൈഡൻസ് അല്ലെ, ഒരു മാർഗനിർദ്ദേശം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആ രംഗരാജൻ കമ്മിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ എങ്ങനെ പ്രൈവറ്റൈസേഷൻ നടപ്പാക്കണം, ഏത് തരത്തിലാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കേണ്ടതെന്ന് ഉള്ള ഒരു റോഡ് മാപ്പ്, ഒരു മാർഗനിർദ്ദേശം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് 92 ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച സി രംഗരാജൻ കമ്മിറ്റിയാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷനെ കുറിച്ച് ഒരു ഗൈഡ് ലൈൻസ്, റോഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദ്യമായിട്ട് രംഗരാജൻ കമ്മിറ്റിയാണ്. എൻ്റെ ഹെഡ് ആരായിരുന്നു? ഡോക്ടർ സി രംഗരാജൻ ആയിരുന്നു. എന്നാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 1992 ഫസ്റ്റ് റിപ്പോർട്ട് 1993 ക്ലിയർ ആവുമല്ലോ? ഓക്കെ. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ പ്രകാരമാണ് ഇന്ത്യയിലെ പിൽക്കാലത്ത് എന്ത് കൊണ്ടുവന്നത്? പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. പ്രൈവറ്റൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ നോക്കാം. 1. റെഡ്യൂസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് മൊബിലൈസ് റിസോഴ്സസ് ത്രൂ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. റെഡ്യൂസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കുറയ്ക്കുക. ധനക്കമ്മി അതായത് ഗവൺമെന്റിന്റെ ചിലവ് ഗവൺമെന്റിന്റെ വരവിനേക്കാൾ, ടോട്ടൽ റെസീറ്റ്സിനേക്കാൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ മൊത്ത വരവിനേക്കാൾ മൊത്ത ചിലവ് കൂടിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്യൂസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കുറയ്ക്കുക. ആൻഡ് മൊബിലൈസ് റിസോഴ്സ് ത്രൂ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പനയിലൂടെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, പണം സമാഹരിക്കുക. കാരണം ധനക്കമ്മി കുറയ്ക്കുക, ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ഗവൺമെന്റിന്റെ വരവ് കൂട്ടാൻ പറ്റിയപ്പോൾ ധനക്കമ്മി കുറയും. അതുപോലെ മൊബിലൈസ് റിസോഴ്സ് ത്രൂ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപ വിൽപ്പനയിലൂടെ, ഓഹരികൾ വിൽക്കുന്നതിലൂടെ പണം സമാഹരിക്കുക, റിസോഴ്സ് സമാഹരിക്കുക. ഇത് പ്രൈവറ്റൈസേഷന്റെ ഒരു ഒബ്ജക്റ്റീവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കും. രണ്ടാമതായിട്ടുള്ള ലക്ഷ്യം എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ എലിമിനേറ്റിംഗ് സിക്ക് യൂണിറ്റ്സ്. എന്താണ് സിക്ക് യൂണിറ്റ്സ്? സിക്ക് യൂണിറ്റ്സ് ഉദ്ദേശിക്കുന്നത് അസുഖബാധിതമായ വ്യവസായങ്ങൾ, മീൻസ് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായങ്ങൾ. പൊതുമേഖല ഈ 91 ആയപ്പോഴേക്കും ഒട്ടുമിക്ക പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്താണ്? കടുത്ത നഷ്ടത്തിലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട്
അവയെ എന്ത് ചെയ്യുക, പ്രൈവറ്റൈസ് ചെയ്യുന്നതിലൂടെ എൻഹാൻസ് എഫിഷ്യൻസി, അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ആൻഡ് പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉൽപ്പാദനക്ഷമത കൂട്ടാൻ പറ്റും. അതാണ് എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ എലിമിനേറ്റിംഗ് സിക്ക് യൂണിറ്റ്സ്. അതായത് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുക. ഇതിലൂടെ ത്രൂ പ്രൈവറ്റൈസേഷൻ. ക്ലിയർ ആണല്ലോ. അടുത്ത, ലിമിറ്റ് ഗവൺമെന്റ് കൺട്രോൾ ടു എസെൻഷ്യൽ സർവീസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഇനി പ്രൈവറ്റൈസേഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്, ഗവൺമെന്റിന്റെ റോള് പരിമിതപ്പെടുത്തുക. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് റോള് പരിമിതപ്പെടുത്തുക എന്ന് വെച്ചാൽ ലിമിറ്റ് ദ റോൾ ടു ഗവൺമെന്റ് റോൾ എന്തിൽ മാത്രമാക്കുക, എസെൻഷ്യൽ സർവീസ്, അവശ്യ സേവനങ്ങളിൽ, ആൻഡ് നാഷണൽ സെക്യൂരിറ്റി, രാജ്യ സുരക്ഷയിൽ മാത്രമാക്കുക. അപ്പൊ പ്രൈവറ്റൈസേഷന്റെ മറ്റു റോൾ ഇതാണ്, ഗവൺമെന്റിന്റെ റോള് എസെൻഷ്യൽ സർവീസസിലേക്ക്, എന്ന് വെച്ചാൽ റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, ഡാം, അങ്ങനെയുള്ള എസെൻഷ്യൽ സർവീസ്, അടിസ്ഥാന സ്കൂളുകൾ അല്ലേ, അതുപോലെ എന്താണ് പിന്നെ ഈ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള എസെൻഷ്യൽ സർവീസ് മാത്രമായിട്ട്, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി, രാജ്യ സുരക്ഷയിൽ മാത്രമായിട്ട് ഗവൺമെന്റ് റോള് ഒതുക്കുക, ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. എന്ന് വെച്ചാൽ വ്യാവസായിക രംഗത്ത് ഗവൺമെന്റ് കൂടുതൽ ഇടപെടാതിരിക്കുക. അവിടെ ആർക്ക് റോള് കൊടുക്കുക, പ്രൈവറ്റ് സെക്ടറിന് റോള് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. ഇതാണ് മറ്റൊരു ലക്ഷ്യം. അടുത്തത്, ഫോസ്റ്ററിങ് കോമ്പറ്റീഷൻ. എന്ത്, മത്സരക്ഷമത ഉത്തേജിപ്പിക്കുക, ഫോസ്റ്റർ ചെയ്യുക, ത്വരിതപ്പെടുത്തുക. എന്ത്, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. നോക്ക്, ആരുടെയാണ് ഈ വ്യവസായങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, വ്യവസായങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്? പ്രൈവറ്റൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് റെഡ്യൂസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് മൊബിലൈസ് റിസോഴ്സസ്, എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ എലിമിനേറ്റിംഗ് സിക്ക് യൂണിറ്റ്സ്, ലിമിറ്റിംഗ് ദ ഗവൺമെന്റ് റോൾ അല്ലെ ടു എസെൻഷ്യൽ ഓൺലി ടു എസെൻഷ്യൽ സർവീസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി, ഫോസ്റ്ററിംഗ് കോമ്പറ്റീഷൻ, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. അടുത്ത ഒബ്ജക്റ്റീവ് നോക്ക്, അട്രാക്ടിംഗ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുക. നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, വിദേശ നിക്ഷേപവുമായിട്ട് വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് എത്തും. അട്രാക്ടിംഗ് FDI. ഷിഫ്റ്റ് ഫ്രം കമാൻഡ് ഇക്കോണമി ടു എ മാർക്കറ്റ് ഇക്കോണമി. ഷിഫ്റ്റ് ഫ്രം കമാൻഡ് ഇക്കോണമി, കാരണം പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് ഉള്ള ഇക്കോണമിക്ക് പറയുന്ന പേരാണ് കമാൻഡ് ഇക്കോണമി. അപ്പോൾ നേരത്തെ 1991 വരെ നമ്മൾ എന്ത് ഇക്കോണമി ആയിരുന്നു, കമാൻഡ് ഇക്കോണമി ആയിരുന്നു. നമ്മൾ കമാൻഡിങ് പ്രിൻസിപ്പിൾ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്, കാരണം എല്ലാം ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മാർക്കറ്റ് ഇക്കോണമിയിലേക്ക്, മാർക്കറ്റ് ഓറിയന്റഡ്, എല്ലാം മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് മാറുക. അങ്ങനെ കമ്പോള സമ്പത്ത് വ്യവസ്ഥയായിട്ട്, മീൻസ് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള ഇക്കോണമിക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് ഓറിയന്റഡ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി. അപ്പോൾ കമാൻഡ് ഇക്കോണമിയിൽ നിന്നും ഇതിലേക്ക് മാർക്കറ്റ് ഇക്കോണമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്താണ് പ്രൈവറ്റൈസേഷന്റെ മറ്റൊരു ലക്ഷ്യം. അടുത്തത്, ഇംപ്രൂവ് മാനേജീരിയൽ എഫിഷ്യൻസി ആൻഡ് ഇൻഫ്യൂഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, മാനേജീരിയൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. കാരണം പ്രൈവറ്റ് കമ്പനികൾ ഏത് വിധത്തിലും അവരുടെ മോട്ടീവ് എന്താണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ അവിടെ എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധരെ അവർ നിയമിക്കും. എന്നാൽ പബ്ലിക് സെക്ടറിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോഴുള്ള കമ്പനികളിലുണ്ട്, നേരത്തെ അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ മാനേജീരിയൽ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുക കമ്പനികളുടെ, ആൻഡ് ഇൻഫ്യൂഷൻ ഓഫ് മോഡേൺ ടെക്നോളജി, അതുപോലെ എന്ത് കൊണ്ടുവരിക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക. ഇതാണ് പ്രൈവറ്റൈസേഷന്റെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്, വായിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, രംഗരാജൻ കമ്മിറ്റി, അവരാണ് എന്ത് ചെയ്തത്, പ്രൈവറ്റൈസേഷൻ ഒരു റോഡ് മാപ്പ് ഗൈഡൻസ് തയ്യാറാക്കിയത്. ഈ സി രംഗരാജന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കണമെന്ന ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ രംഗരാജൻ കമ്മിറ്റി. രംഗരാജൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ആ കമ്മിറ്റിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, കമ്മിറ്റി ഓൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. കമ്മിറ്റി ഓൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. മനസ്സിലായില്ലേ? കമ്മിറ്റി ഓൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. ഇതാണ് രംഗരാജൻ കമ്മിറ്റിയുടെ മറ്റൊരു പേര്, അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് റെക്കമെൻഡേഷൻസ്? 1, ഇൻ ഇൻഡസ്ട്രീസ് വൈറ്റൽ ടു നാഷണൽ ഇൻട്രസ്റ്റ്, എക്സാമ്പിൾ ഡിഫൻസ്, അറ്റോമിക് എനർജി എക്സെട്ര, ദ ഗവൺമെന്റ് ഷുഡ് റിറ്റെയിൻ എ മെജോറിറ്റി സ്റ്റേക്ക് ഓഫ് അറ്റ്ലീസ്റ്റ് 51%. അപ്പോൾ പ്രൈവറ്റൈസേഷൻ ആകാം. അപ്പോൾ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തൊരു ഒരു കാര്യം പറയാണ്, ഇൻഡസ്ട്രീസ് വൈറ്റൽ ടു നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യമുള്ള വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ ദേശീയ താല്പര്യത്തിനും വൈറ്റൽ മീൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഡിഫൻസ് പ്രതിരോധം, അറ്റോമിക് എനർജി,
ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ എന്നുവെച്ചാൽ ദേശീയ പ്രാധാന്യമുള്ള വ്യവസായങ്ങൾ. എന്ത് ആ വ്യവസായങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങ് പ്രൈവറ്റൈസ് ചെയ്ത് കളയരുത് എന്നാ കമ്മിറ്റി പറയുന്നത്. എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഷുഡ് റീറ്റെയിൻ, ഗവൺമെന്റ് നിലനിർത്തണം എന്ത്? മെജോറിറ്റി സ്റ്റേക്ക് മീൻസ് മെജോറിറ്റി സ്റ്റോക്കും അല്ലെങ്കിൽ മെജോറിറ്റി ഷെയറും അവർ നിലനിർത്തണം. എത്ര? അറ്റ്ലീസ്റ്റ് 51%, 51% ഷെയർ ആരുടെ കൈവശം ഉണ്ടായിരിക്കണം? ഗവൺമെന്റിന്റെ കൈവശം. ബാക്കി 49% നിങ്ങൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല എന്നാര് പറയുന്നു? രംഗരാജൻ കമ്മിറ്റി പറയുന്നു. അത് കാരണം എന്താണ്? നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള, നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട വ്യവസായങ്ങളാണ്. ഡിഫൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അറ്റോമിക് എനർജി പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ 51% എന്ന് വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം അവർ തന്നെ വയ്ക്കണം. ആര്? ഗവൺമെന്റ് തന്നെ വയ്ക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത റെക്കമെൻഡേഷൻ ഫോർ PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിത്ത് എ ഡോമിനന്റ് മാർക്കറ്റ് ഷെയർ ദ ഗവൺമെന്റ് കുഡ് ഡിസ്ഇൻവെസ്റ്റ് അപ് ടു 74%. ഫോർ PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയുള്ള? വിത്ത് ഡോമിനന്റ് മാർക്കറ്റ് ഷെയർ. എന്ത്? മാർക്കറ്റ് ഷെയർ, വലിയ മാർക്കറ്റ് ഷെയറിൽ മേധാവിത്വമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കുഡ് ഡിസ്ഇൻവെസ്റ്റ് അപ് ടു 74%. അതായത് മാർക്കറ്റ് ഷെയർ എന്ന് വെച്ചാൽ വലിയ തോതിൽ മാർക്കറ്റിൽ പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ തോതിൽ മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വിറ്റുപോവുകയും സ്ഥാനമുള്ള വ്യവസായങ്ങൾ, അതാണ് ഡോമിനന്റ് മാർക്കറ്റ് ഷെയർ ഉള്ള PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അവരുടെ എന്ത്? മാർക്കറ്റ് ഷെയർ, അവർ അങ്ങനെയുള്ള മാർക്കറ്റ് ഷെയർ ഉള്ള PSUs ദ ഗവൺമെന്റ് കുഡ് ഡിസ്ഇൻവെസ്റ്റ് അപ് ടു 74%. അങ്ങനെയുള്ള കമ്പനികൾ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? 74% വരെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് കമ്മിറ്റി റെക്കമെൻഡ്. ഇതിൽ 92 വന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. പിന്നീട് കാലക്രമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പലതും 74%, 100% ഒക്കെ ആക്കിയിട്ടുണ്ട്. അത് പിന്നീട് വന്ന മാറ്റം. നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, ഓർക്കുക. അപ്പോൾ ഈ റെക്കമെൻഡേഷനിൽ ഒന്ന് വരെ പറയുന്നത് PSUs, പ്രത്യേകിച്ച് ഡോമിനന്റ് മാർക്കറ്റ് ഷെയർ ഉള്ള PSUsൽ ഗവൺമെന്റിന് 74% വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഏർപ്പെടുത്തുന്ന വെച്ചാൽ 74% ഓഹരികൾ വേണമെങ്കിലും വിൽക്കാം. അടുത്ത റെക്കമെൻഡേഷൻ ഫോർ ആൾ അതർ കൊമേഴ്സ്യൽ യൂണിറ്റ്സ് or non-strategic sectors, example hotels, consumer goods, it recommended 100% disinvestment, advocating for full privatization. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യവസായങ്ങൾ, അറ്റോമിക് എനർജി, ഡിഫൻസ്, അതിൽ 51% ഷെയർസ് ഗവൺമെന്റ് റീറ്റെയിൻ ചെയ്യണം. പിന്നെ പറഞ്ഞു PSUs, എങ്ങനെയുള്ള PSUs? ലാർജ് മാർക്കറ്റ് ഷെയർ ഉള്ള PSUsൽ 74% വരെ എന്ത് ചെയ്യാം? പ്രൈവറ്റൈസ് ചെയ്യാം, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് റെക്കമെൻഡേഷൻ ഇതാണ്, ഈ ഫോൾ ആൾ അതർ കൊമേഴ്സ്യൽ യൂണിറ്റ്സ്, ബാക്കിയുള്ള 1, 2 കാറ്റഗറിയിൽ പെടാത്ത ബാക്കിയുള്ള കൊമേഴ്സ്യൽ യൂണിറ്റ്സ്, വ്യാവസായിക യൂണിറ്റുകൾ, അതുപോലെ നോൺ സ്ട്രാറ്റജിക് സെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്ത്? പ്രാധാന്യം കുറഞ്ഞ, നോൺ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, തന്ത്രപ്രധാനമല്ലാത്ത, അപ്രധാനമായിട്ടുള്ള സെക്ടേഴ്സ്. ഏതൊക്കെ? ഹോട്ടൽസ്, കൺസ്യൂമർ ഗുഡ്സ്, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ ഇറ്റ് റെക്കമെൻഡഡ് എന്ന് വെച്ചാൽ രംഗരാജൻ കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് 100% ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, 100% എന്ത് ഏർപ്പെടുത്താം? ഡിസ്ഇൻവെസ്റ്റ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. മീൻസ് പൂർണ്ണമായിട്ടും ആർക്ക് വിട്ടുകൊടുക്കാം? പിന്നെ പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞു. എന്താണ്? അതാണ് എന്ത് അഡ്വക്കേറ്റ് ചെയ്തത്? അഡ്വക്കേറ്റിംഗ്. അവർ വാദിക്കുന്നു, കമ്മിറ്റി വാദിക്കുന്നു എന്ത്? ഫോർ ഫുൾ പ്രൈവറ്റൈസേഷൻ, പൂർണ്ണമായ സ്വകാര്യവൽക്കരണം. കാര്യം 100% ഷെയർ വിൽക്കാമെന്നല്ലേ പറയുന്നത്. ഇതാണ് പൂർണ്ണമായ പ്രൈവറ്റൈസേഷൻ. ക്ലിയർ ആണല്ലോ. ഇതാണ് മൂന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്ക്, ടു എസ്റ്റാബ്ലിഷ് എ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ. പിന്നെ അവർ അടുത്ത റെക്കമെൻഡേഷൻ പറഞ്ഞു, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടപ്പിലാക്കുന്നത് വെറുതെ തോന്നിയതുപോലെ, ഗവൺമെന്റിന് തോന്നിയതുപോലെ ചെയ്യരുത്, ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയതുപോലെ ചെയ്യരുത്. പിന്നെയോ ടു എസ്റ്റാബ്ലിഷ് എ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ. എന്ത് സ്ഥാപിക്കുക? ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ സ്ഥാപിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രൊവിഷൻസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വയ്ക്കുക, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനെ വയ്ക്കുക എന്നൊരു റെക്കമെൻഡേഷനും ആര് മുന്നോട്ട് വയ്ക്കുന്നു? രംഗരാജൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. നോക്ക്, അപ്പൊ നമ്മൾ ആ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ August 23, 1996. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ രംഗരാജൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം 1996 August 23 ഇന്ത്യ ഗവൺമെന്റ് ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനെ വയ്ക്കുന്നു. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രംഗരാജൻ കമ്മിറ്റി 1993 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് രംഗരാജൻ കമ്മിറ്റി. ആ കമ്മിറ്റി 93 റിപ്പോർട്ട് പ്രകാരം 1996 August 23 ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ വച്ചു ഗവൺമെന്റ്.
അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു അറിയണം? GV രാമകൃഷ്ണ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ. ഇതിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നത്? GV രാമകൃഷ്ണ. GV രാമകൃഷ്ണയായിരുന്നു ഇതിൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. GV രാമകൃഷ്ണ. ഓർക്കുമല്ലോ, GV രാമകൃഷ്ണ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? GV രാമകൃഷ്ണ. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ 1996 ഓഗസ്റ്റ് 23-ന് രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടിൻ പ്രകാരം നിലവിൽ വരുന്നു. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ GV രാമകൃഷ്ണ. നോട്ട് ചെയ്ത് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക്, പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഏരിയാസ് വിച്ച് വെയർ പ്രൈവറ്റൈസ്ഡ് ആഫ്റ്റർ 1991. 91-ൽ നമ്മൾ ഈ റെക്കമെൻഡേഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈവറ്റൈസേഷനും രംഗരാജൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി ഏതൊക്കെ മേഖലകളാണ് 91-ൽ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തത്, സ്വകാര്യവൽക്കരിച്ചത്? നോക്കാം, ഏതൊക്കെ കമ്പനികളാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ടെലികമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ രംഗത്തെ നമ്മൾ എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. നോക്കാം, ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ വാസ് ഓപ്പൺ ടു പ്രൈവറ്റ് കമ്പനീസ്. അപ്പോൾ നമ്മൾ 91-ന് ശേഷം സ്വകാര്യവൽക്കരിച്ച ഒരു മേഖലയാണ് ടെലികമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ മേഖല. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ വാസ് പ്രൈവറ്റൈസ്ഡ്, അല്ലേ? ടു പ്രൈവറ്റ് കമ്പനികൾക്ക് നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഏതുപോലുള്ള കമ്പനികൾക്ക്? ഭാരതി എയർടെൽ. അങ്ങനെയാണ് എയർടെൽ പോലുള്ള കമ്പനികളൊക്കെ, സ്വകാര്യ കമ്പനികളൊക്കെ ടെലികോം രംഗത്തേക്ക്, ഈ BSNLന്റെ അപ്രമാദിത്വമുണ്ടായിരുന്ന മേഖലകളിലേക്ക് എയർടെൽ പോലെയുള്ള കമ്പനികൾ, പിന്നീട് ഒരുപാട് കമ്പനികൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള കമ്പനികൾ വളർന്നു. ഓക്കെ, ഇനി പ്രൈവറ്റൈസ് ചെയ്ത മറ്റൊരു മേഖലയാണ് സിവിൽ ഏവിയേഷൻ, നമ്മളെ വ്യോമ ഗതാഗത മേഖല, അല്ലേ? വ്യോമയാന രംഗത്തെയും നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു. അതുവരെ എന്താണ്? ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ, അല്ലേ? ഇങ്ങനെയുള്ള രണ്ട് പബ്ലിക് സെക്ടർ കമ്പനികളാണെന്ന് ഉണ്ടായിരുന്നത്. ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള കമ്പനികളാണ് നമ്മൾ സിവിൽ ഏവിയേഷൻ രംഗത്ത്. ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയുമായിരുന്നു. എന്നാൽ 91-ൽ നമ്മൾ എന്ത് ചെയ്തു? സ്കൈസ് വെയർ ഓപ്പൻഡ്, ആകാശം നമ്മൾ തുറന്നു. സ്കൈസ് വെയർ ഓപ്പൻഡ് എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? ഏവിയേഷൻ രംഗം സ്വകാര്യവൽക്കരിച്ചു. അനുവദിച്ചുകൊണ്ട് എന്താണ്? പ്രൈവറ്റ് എയർലൈൻസ് ലൈക്ക് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആൻഡ് ലേറ്റർ ജെറ്റ് എയർവേസ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, അതുപോലെ ജെറ്റ് എയർലൈൻസ് പോലുള്ള കമ്പനികൾക്ക് വ്യോമയാന രംഗം തുറന്നു കൊടുത്തു. പ്രൈവറ്റ് എയർലൈൻ കമ്പനികൾക്ക് അനുവാദം കൊടുത്തു. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളില്ലേ, ഇൻഡിഗോ, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനും ജെറ്റ് എയർവേസിനുമുള്ള അനുവാദമാണ് ആദ്യം കൊടുത്തത്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ബാങ്കിങ്ങും ഫിനാൻസും പ്രൈവറ്റൈസ് ചെയ്തു. ബാങ്കിങ് രംഗവും ഫിനാൻസ് രംഗവും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. In 1993 the government allowed the establishment of new private banks like HDFC Bank, ICICI Bank and Axis Bank. അപ്പോൾ 93-ല് ഗവൺമെന്റ് allowed the establishment of new private banks. പുതിയ സ്വകാര്യ ബാങ്കുകൾക്ക് 93-ൽ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് ഏതൊക്കെ ബാങ്കുകൾ വരുന്നത്? HDFC Bank, ICICI Bank, ആക്സിസ് ബാങ്ക് തുടങ്ങിയവ വരുന്നത്. ഓക്കെ, ഇനി പ്രൈവറ്റൈസ് ചെയ്ത മറ്റൊരു ഏരിയയാണ് മൈനിങ് ആൻഡ് മിനറൽസ്. മൈനിങ് ആൻഡ് മിനറൽസ് എന്താ അത്? റിസർവേഷൻ വാസ് റിമൂവ്ഡ് ഫോർ മെനി മിനറൽസ് അലോയിങ് പ്രൈവറ്റ് ഫോംസ് ടു മൈൻ റിസോഴ്സസ്. അപ്പോൾ നേരത്തെ ഗവൺമെന്റ് സെക്ടറിന്റെ കുത്തകയായിരുന്നു മൈനിങ്ങും മിനറൽസിന്റെ മൈനിങ്ങും മറ്റുമൊക്കെ. അപ്പോൾ അതെന്ത് ചെയ്തു? റിസർവേഷൻ വാസ് റിമൂവ്ഡ് ഫോർ മെനി മിനറൽസ്. നിരവധി മിനറൽസ്, ധാതുക്കൾക്കുണ്ടായിരുന്ന റിസർവേഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റിനുണ്ടായിരുന്ന സംവരണം നീക്കം ചെയ്തു. അലോയിങ് എന്നിട്ട് അനുവദിച്ചു. എന്തനുവദിച്ചു? പ്രൈവറ്റ് ഫേംസ് അല്ല, പ്രൈവറ്റ് ഫേംസിന് അനുവാദം കൊടുത്തു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുത്തു. എന്തിന്? ടു മൈൻ റിസോഴ്സസ്. എന്തിന്? റിസോഴ്സസ് മൈൻ ചെയ്യാൻ, റിസോഴ്സസ് ഖനനം ചെയ്യാൻ, മിനറൽസ് ഖനനം ചെയ്യാനുള്ള അനുവാദം ആർക്ക്? ഈ ഗവൺമെന്റ് സെക്ടറിൽ നിന്നും സ്വകാര്യ കമ്പനികൾക്ക് കൂടി കൊടുത്തു. അങ്ങനെയാണ് റിലയൻസും അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ പല എക്സ്പ്ലോറേഷൻസും പല മൈനിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനി നോക്കുക, മോഡേൺ ഫുഡ്സ്. ഇനി പ്രൈവറ്റൈസ് ചെയ്ത മറ്റൊരു മേഖലയാണ് മോഡേൺ ഫുഡ്സ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്: ഫസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഫസ്റ്റ് PSU ടു ബി ഫുള്ളി പ്രൈവറ്റൈസ്ഡ്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിച്ച ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് മോഡേൺ ഫുഡ്സ് എന്ന് പറയുന്നത്. മോഡേൺ ഫുഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഭക്ഷ്യ ഉൽപാദന സ്ഥാപനമാണ് മോഡേൺ ഫുഡ്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിച്ച ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഫുഡ്സ്. ദ ഫസ്റ്റ് PSU ടു ബി ഫുള്ളി പ്രൈവറ്റൈസ്ഡ് വാസ് മോഡേൺ ഫുഡ്സ്. ആർക്കാണത് വിറ്റത്? ആരാണത് ടേക്ക് ഓവർ ചെയ്തത്?
ഹിന്ദുസ്ഥാൻ യൂണിലീവർ ഇൻ 2000. 2000 ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ് ഇതിനെ ടേക്ക് ഓവർ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 2000 91 മുതൽ ഇത് എന്ത് ചെയ്തു? ഷെയർസ് ഇങ്ങനെ വിറ്റ് പൂർണ്ണമായിട്ട് അവസാനം 2000 ആയപ്പോൾ അത് പൂർണ്ണമായിട്ടും ആരുടെ കയ്യിലായി? സ്വകാര്യ മേഖലയുടെ കയ്യിലായി. കേട്ടോ, അതാണ് മോഡേൺ ഫുഡ്സ് 2000. അത് ടേക്ക് ഓവർ ചെയ്ത ആരാണ്ട്? ഹിന്ദുസ്ഥാൻ യൂണിലീവർ. ഇനി അടുത്തൊരു ടേക്കോ അല്ലെങ്കിൽ അടുത്ത പ്രൈവറ്റൈസ് ചെയ്തൊരു മേഖലയാണ് ബാൽക്കോ. ഭാരത് അലൂമിനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയും. ഭാരത് അലൂമിനിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ബാൽക്കോ. സോൾഡ് ടു സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് ഇൻ 2001. ആർക്ക് വിറ്റു? സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസിനാണ്. സ്വകാര്യ മേഖലയിലെ ഒരു കമ്പനിയാണ് ബാൽക്കോ, ഭാരത് അലുമിനിയം കോർപ്പറേഷൻ. അത് ആർക്ക് വിറ്റു? 2001 ആർക്ക്? സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസിന് വിറ്റു. സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്ത് നോക്ക്, മാരുതി ഉദ്യോഗ്. ഗവൺമെന്റ് സെക്ടർ, ഇന്ത്യ ഗവൺമെന്റ് കൺട്രോളിലുള്ള ഒരു മറ്റൊരു കമ്പനിയാണ്. ഓട്ടോമൊബൈൽ രംഗത്തെ കമ്പനിയാണ് മാരുതി ഉദ്യോഗ്. ആരാണ് ടേക്ക് ഓവർ ചെയ്തത്? സോൾഡ് ടു സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ 2002. 2002 ആർക്ക് വിറ്റു? പ്രൈവറ്റൈസ് ചെയ്തു. സുസുക്കി മോട്ടോർ കോർപ്പറേഷന് വിറ്റു മാരുതി ഉദ്യോഗ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രൈവറ്റൈസേഷൻ. 91 മുതൽ തുടങ്ങിയ പ്രൈവറ്റൈസേഷൻ, തുടക്ക കാലഘട്ടത്തിലെ പ്രൈവറ്റൈസേഷൻ. പിന്നീട് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പ്രൈവറ്റൈസേഷൻ, അല്ലേ? അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരുപാട് രംഗം നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ കണ്ടില്ലേ, എയർ ഇന്ത്യയെ വീണ്ടും എന്ത് ചെയ്തു? ടാറ്റ ടേക്ക് ഓവർ ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞു ഇപ്പോൾ അടുത്ത സമയത്തായിട്ട്. അപ്പോൾ ഇതൊക്കെ 91 ശേഷം നടന്ന പ്രധാനപ്പെട്ട ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് നടന്ന പ്രൈവറ്റൈസേഷനാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് നോക്കി, നമ്മൾ പ്രൈവറ്റൈസേഷനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ഏരിയാസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്താണ്? BOT. എന്താണ് BOT? ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ. ബിൽഡ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ളൊരു മോഡൽ. അതാണ് BOT. ചില റോഡുകളൊക്കെ നിർമ്മാണം നിങ്ങൾ കണ്ടാണ് BOT അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. BOT വ്യവസ്ഥ പ്രകാരം നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കാണും. അതാണ് BOT. അതാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. This refers to a system where private enterprises build infrastructure such as roads, bridges, recover their investment through tolls, and then transfer ownership to the government after a period of operation. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, അടിസ്ഥാന സൗകര്യ രംഗത്താണ് ഇവർ നിർമ്മാണം നടത്തുന്നത്. BOT, അതായത് റോഡ്സ്, ബ്രിഡ്ജസ്, അതുപോലെ പോർട്ട്, തുറമുഖങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇവർ BOT വ്യവസ്ഥ പ്രകാരം നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് സ്വകാര്യ കമ്പനികൾ മുടക്കും. ഗവൺമെൻറ് ചെയ്യുന്ന പണം വേണ്ട, സ്വകാര്യ കമ്പനികൾ ഇത് നിർമ്മിക്കും. റോഡ് നിർമ്മിക്കും, പാലങ്ങൾ നിർമ്മിക്കും, അതുപോലെ തുറമുഖങ്ങളൊക്കെ നിർമ്മിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ചിലവാക്കിയപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാകും. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് വളരെ എഫിഷ്യൻ്റായ രീതിയിൽ മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ നിർമ്മിക്കുക. അതുപോലെ ഇൻ്റർനാഷണൽ നിലവാരത്തിലാണ് അവർ നിർമ്മിക്കുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റ് ചെയ്ത തുക ഗവൺമെൻറ് അല്ല കൊടുക്കുന്നത്. റിക്കവർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ടോൾസ്. ഇപ്പോൾ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ ടോൾ ബൂത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ടോൾ പിരിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ടോൾ ബൂത്തിൻ്റെ എണ്ണം കൂടി വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ടോള് പിരിച്ചെടുക്കും അവർ, ഈ കമ്പനികൾ. അപ്പോൾ അതിനൊരു ഇത്ര വർഷം നിശ്ചയിക്കും. ചിലപ്പോൾ 10 വർഷമാകാം, 20 വർഷമാകാം, 30 വർഷമാകാം. ഇങ്ങനെ ടോൾ പിരിച്ചെടുക്കാനുള്ള അനുവാദം ഗവൺമെൻറ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു 50 കോടി അല്ലെങ്കിൽ 100 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ ഇവരെന്ത് ചെയ്യും? ഇതിൻ്റെ പലിശ സഹിതം ഇവർ കുറേ വർഷം കൊണ്ട് ഇവരെന്ത് ചെയ്യും? പിരിച്ചെടുക്കും. ടോൾ ബൂത്ത് വഴി പിരിച്ചെടുക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിന് ബാധ്യതയില്ല. ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ആ പൈസ കമ്പനി പിരിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ടോൾ പിരിച്ചെടുത്ത് ഇവരുടെ പൈസ വസൂലാക്കി കഴിയുമ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾ ഇതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് കൈമാറും? ഗവൺമെൻറ്റിന് കൈമാറും. ചിലപ്പോൾ അതൊരു ഡാമാകാം, ചിലപ്പോൾ ചിലപ്പോൾ അത് ഒരു പോർട്ടാകാം. ഈ പ്രൊഡക്റ്റീവായിട്ടുള്ളതിലായിരുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു പോർട്ടാകാം. അതുപോലെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടൊക്കെ ആ ഒരു വ്യവസ്ഥയിലാണ്. കാരണം അദാനി പോർട്ടാണ് നിർമ്മിക്കുന്നത്. അതൊരു നിശ്ചിത കാലയളവുണ്ട്, 30 വർഷമോ മറ്റോ ആണ്. ആ 30 വർഷം കഴിയുമ്പോൾ ആർക്ക് കൈമാറും? അത് ഈ ഗവൺമെൻറ്റിന് കൈമാറും, സെൻട്രൽ ഗവൺമെൻറ്റിന് കൈമാറും. ആ ഒരു വ്യവസ്ഥയിലാണ്. കാരണം ഗവൺമെൻറ്റിന് വലിയ ഫണ്ടിങ് അവിടെ ആകുന്നില്ല, ബാധ്യതയാകുന്നില്ല. സ്വകാര്യ കമ്പനികൾ ആണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തെ പറയുന്നവരാണ് BOT. അത് സ്വകാര്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിൻ്റെ ഒരു രൂപമാണ് BOT, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്ക്, ദിസ് റെഫേഴ്സ് ടു എ സിസ്റ്റം വെയർ പ്രൈവറ്റ് എന്റർപ്രൈസസ് ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ. കണ്ടല്ലോ,
സച്ചാസ് ഏതൊക്കെയാണ് നിർമ്മിക്കുന്നത്? റോഡ്, ബ്രിഡ്ജസ്, പോർട്സ് ഇതൊക്കെ നിർമ്മിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? റിക്കവർ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ റിക്കവർ ചെയ്യും, തിരിച്ചെടുക്കും. ത്രൂ ടോൾസിലൂടെ, അല്ലെങ്കിൽ ഏതാണോ അവിടുത്തെ ഉൽപ്പന്നം വിറ്റ് അവർ തിരിച്ചെടുക്കും. ആൻഡ് ദെൻ ട്രാൻസ്ഫർ ഓണർഷിപ്പ് ടു ദ ഗവൺമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഓണർഷിപ്പ് ഗവൺമെന്റിന് കൊടുക്കും ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഓപ്പറേഷൻ. അവരുടെ ഒരു നിശ്ചിത പീരീഡ് കാണും ആ ഓപ്പറേഷന് ശേഷം. ആ പീരീഡ് ഓഫ് ഓപ്പറേഷന് ശേഷം അത് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് BOT. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്താണ് PPP? നോക്കാം. പ്രോജക്ട് സ്റ്റാർട്ടഡ് ജോയിന്റ്ലി ബൈ ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. അപ്പോൾ പ്രൈവറ്റ് എന്റർപ്രൈസസും ഗവൺമെന്റ് ജോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നു. അതിനെയാണ് PPP എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു അനുപാതം നിശ്ചയിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് PPP വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടുപേരും ജോയിന്റ് ആയിട്ട് ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് PPP. അപ്പോൾ ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റംസ് ആണ്. നമ്മളെ ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം വന്ന പുതിയ തരത്തിലുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റ് തലങ്ങളാണ് BOT, PPP ഇവയെന്ന് പറയുന്നത്. ക്ലിയർ ആവുമല്ലോ? ഓക്കെ. ഇൻ എ PPP മോഡൽ പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് മേഡ്. ഈ PPP മോഡലിൽ ഇപ്പോൾ ചിലപ്പോൾ 50% ഗവൺമെന്റ് ഷെയർ ആയിരിക്കും, 50% പ്രൈവറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ചിലപ്പോൾ ഗവൺമെന്റ് ഷെയർ എത്രയായിരിക്കും? 40 ആയിരിക്കും, അല്ലെങ്കിൽ 30% ഗവൺമെന്റ് ഷെയർ, ബാക്കി 70 ആർക്കായിരിക്കും? 70% ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോഴും ആ ഒരു അനുപാതം എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ PPP മോഡൽ പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് മേഡ്. അവർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് PPP മോഡലിൽ. An example of PPP model project is the Cochin International Airport Limited, CIAL. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടല്ലോ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, CIAL എന്ന് പറയുന്നത് PPP മോഡൽ അനുസരിച്ച് നിർമ്മിച്ച. ഇപ്പോൾ ഒരുപാട് വിമാനത്താവളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ PPP മോഡൽ വ്യവസ്ഥയിൽ നിർമ്മിക്കുന്നുണ്ട്. അതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. അതുപോലെ എന്താണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടും അതുപോലെയാണ് അല്ലേ. ഇതുപോലെ അദാനി പോർട്ടിൽ നിർമ്മിക്കുന്നതാണ്. അതുപോലെ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റും ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെന്റ് ആരും നടത്തിയിട്ടുണ്ട്? ഗവൺമെന്റും നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് CIAL എന്ന് പറയുന്നത് എന്തിൻ്റെ? PPP മോഡൽ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. അടുത്ത, ടു ഇംപ്രൂവ് പബ്ലിക് സെക്ടർ പെർഫോമൻസ് ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്പെഷ്യൽ കാറ്റഗറീസ് ഫോർ ഹൈ പെർഫോമിംഗ് കമ്പനീസ്. നോക്ക്. അപ്പോൾ ടു ഇംപ്രൂവ് പബ്ലിക് സെക്ടർ പെർഫോമൻസ്, അപ്പോൾ നമ്മൾ മറ്റൊരു കാറ്റഗറിയിലേക്ക് പോവുകയാണ്. ടു ഇംപ്രൂവ് പബ്ലിക് സെക്ടർ പെർഫോമൻസ് ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്പെഷ്യൽ കാറ്റഗറീസ് ഫോർ ഹൈ പെർഫോമിംഗ് കമ്പനീസ്. അപ്പോൾ നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. 91 ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും ഹ്യൂജ് ലോസ്, വലിയ നഷ്ടത്തിലേക്ക് പോയി. എന്നാൽ ഇന്ത്യയിൽ ആ സമയത്ത് എന്താണ്? പ്രോഫിറ്റിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ഗവൺമെന്റ് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടത്തിലേക്ക് പോയില്ല, എങ്കിലും ചില കമ്പനികൾ എന്താണ്? വലിയ ലാഭമുണ്ടാക്കിയിരുന്ന, മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനികളും ഉണ്ട്. അപ്പോൾ അവയെ എന്ത് ചെയ്തില്ല? അപ്പോൾ അവിടെ ഒരു ചർച്ച വന്നു, ഇവയെ പ്രൈവറ്റൈസ് ചെയ്യണമോ സ്വകാര്യവൽക്കരിക്കണമോ എന്നൊരു ചർച്ച വന്നു. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു, അവയെ എന്ത് ചെയ്യേണ്ട? ഇവർ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്, മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവയാണ്, അവയെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യേണ്ട, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഏർപ്പെടുത്തണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. പിന്നെയോ അവയെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുത്ത് പല കാറ്റഗറി ആയിട്ട് തിരിക്കാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതൊക്കെ ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടു ഇംപ്രൂവ് പബ്ലിക് സെക്ടർ പെർഫോമൻസ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ. അത് പ്രൈവറ്റൈസേഷനിലൂടെ മാത്രമല്ല പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റുക. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പബ്ലിക് സെക്ടറിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്പെഷ്യൽ കാറ്റഗറീസ്, ഗവൺമെന്റ് ചില പ്രത്യേക കാറ്റഗറീസ് സ്ഥാപിച്ചു. എന്തിനാണ്? പ്രത്യേക തരംതിരിവുകൾ കൊണ്ടുവന്നു. എന്തിന്? ഫോർ ഹൈ പെർഫോമിംഗ് കമ്പനീസ്. ആർക്ക് വേണ്ടിയാണ്? ഹൈ പെർഫോമിംഗ് കമ്പനീസ്, ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, ഉയർന്ന രീതിയിൽ ലാഭമുണ്ടാക്കുന്ന, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്, ഓർക്കുക PSUസിന് അവരെന്ത് ചെയ്തു? സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് തിരിച്ചു. സ്പെഷ്യൽ കാറ്റഗറീസ് ആയിട്ട് അവയെ തിരിച്ചു. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാണ്? ഈ പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് കൂട്ടാൻ. എന്ന് വെച്ചാൽ അവയെ പ്രൈവറ്റൈസ് ചെയ്തില്ല, കാരണം അവ എന്താണ്? ഹൈ പെർഫോമിംഗ് കമ്പനീസ് ആയതുകൊണ്ട്.
അവയ്ക്ക് എന്ത് ചെയ്തു? പല കാറ്റഗറികൾ ഏർപ്പെടുത്തി. അതാണ് നമ്മൾ പറയുന്നത്. 3 കാറ്റഗറിയാണ് ഏർപ്പെടുത്തിയത്: മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്ന. മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്ന, ഇങ്ങനെ 3 കാറ്റഗറികളായിട്ട് ഇന്ത്യയിലെ ഹൈ പെർഫോമിംഗ് കമ്പനീസിന് 3 സ്റ്റാറ്റസ് കൊടുത്തു, അല്ലെങ്കിൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്ന. ക്ലിയർ ആവുമല്ലോ? ഇനി എന്താണ് മഹാരത്ന? ദീസ് ആർ മോസ്റ്റ് പ്രോഫിറ്റബിൾ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഈ സ്റ്റാറ്റസ് കൊടുത്തത് ആർക്കാണ്? മഹാരത്ന കമ്പനീസ്, അല്ലെങ്കിൽ മഹാരത്ന സ്റ്റാറ്റസ് കൊടുത്ത ആർക്കാണ്? ദീസ് ആർ മോസ്റ്റ് പ്രോഫിറ്റബിൾ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റാറ്റസ് കൊടുത്തത്. അതാണ് മഹാരത്ന സ്റ്റാറ്റസ്. കറന്റ്ലി there are 14 such institutions. ഇന്ന് 14, ഇന്നാണെങ്കിൽ 14 മഹാരത്ന കമ്പനികളാണ് ഇന്ത്യയിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ആഗോളതലത്തിൽ തന്നെ പ്രാധാന്യമുള്ള വൻകിട കമ്പനികളാണിവ. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം എത്രയുണ്ട്? 14 മഹാരത്ന കമ്പനികളാണുള്ളത്. മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 14 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർക്ക് കൊടുത്ത സ്റ്റാറ്റസ് ആണ് മഹാരത്ന സ്റ്റാറ്റസ്. നോക്ക്, റിക്വയർമെന്റ്സ് ഫോർ മഹാരത്ന സ്റ്റാറ്റസ്. ഈ മഹാരത്ന സ്റ്റാറ്റസിന് ആവശ്യമായ മഹാരത്ന സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ എന്താണ് അതിന്റെ റിക്വയർമെന്റ്സ്, എന്താണ് അതിന്റെ ബേസിക് കണ്ടീഷൻസ് നോക്കാം നമുക്ക്. നോക്കേ, മസ്റ്റ് ബി എ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു പൊതുമേഖലാ സ്ഥാപനമായിരിക്കണം. ഓക്കെ. മസ്റ്റ് ബി ലിസ്റ്റഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എവിടെ ലിസ്റ്റ് ചെയ്തിരിക്കണം? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്തിരിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അതിന്റെ ഓഹരികൾ അവിടെ ട്രേഡ് ചെയ്യുന്നതായിരിക്കണം. മസ്റ്റ് ഹാവ് ആൻ ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഓഫ് മോർ ദാൻ 5,000 crore ഫോർ 3 consecutive years. തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ 5,000 കോടി രൂപയിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ്, വാർഷിക നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ വർഷാവർഷം, അതായത് തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങൾ എടുത്താൽ ആ 3 വർഷങ്ങൾ, തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ 5,000 കോടി രൂപയിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന വാർഷികമാണ് കേട്ടോ, മാസമല്ല, വാർഷിക നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനികളായിരിക്കണം. ഇതാണ് മറ്റൊരു കണ്ടീഷൻ. അടുത്തത്, മസ്റ്റ് ഹാവ് ആൻ ആവറേജ് ആനുവൽ ടേൺ ഓവർ ഓഫ് മോർ ദാൻ 25,000 crores ഫോർ 3 consecutive years. തുടർച്ചയായിട്ടുള്ള 3 വർഷം 25,000 കോടി രൂപയിൽ കൂടുതൽ ആനുവൽ ടേൺ ഓവർ, വിറ്റുവരവ്, അവരുടെ ഉൽപ്പന്നത്തിന്റെ വിറ്റുവരവ് 25,000 കോടി രൂപയിൽ കൂടുതൽ എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള 3 വർഷം 25,000 കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനികളും ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് മഹാരത്ന സ്റ്റാറ്റസിന് വേണ്ട റിക്വയർമെന്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് മഹാരത്ന സ്റ്റാറ്റസിന് വേണ്ട റിക്വയർമെന്റ്സ്? അതൊരു പൊതുമേഖലാ സ്ഥാപനമായിരിക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആയിരിക്കണം, അതുപോലെ അവരുടെ വാർഷിക ലാഭം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള 3 വർഷം 5,000 രൂപയിൽ കൂടുതലായിരിക്കണം. അടുത്തതെന്താ? അവരുടെ ടേൺ ഓവർ, അവരുടെ വിറ്റുവരവ്, വാർഷിക വിറ്റുവരവ് തുടർച്ചയായിട്ടുള്ള 3 വർഷം 25,000 കോടി രൂപയിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കമ്പനികളാണ് മഹാരത്ന സ്റ്റാറ്റസ് കൊടുത്തത്. അങ്ങനെയുള്ള എത്ര കമ്പനികൾ ഇന്ത്യയിലുണ്ടേ? 14 മഹാരത്ന കമ്പനികളാണ് ഇന്ത്യയിൽ ഉള്ളത്. This is granted to companies that are already designated as Navaratnas. നേരത്തെ തന്നെ എന്തായിട്ട്? This status is granted to companies that are already designated as Navaratnas. നേരത്തെ നവരത്ന പദവിയുള്ള കമ്പനികൾക്കാണ് ഈ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അപ്പോൾ this status is granted to companies that are already designated Navaratna. എന്ന് വെച്ചാൽ നേരത്തെ, അപ്പോൾ ആദ്യമായിട്ടൊരു സ്റ്റാറ്റസ് വന്നത് നവരത്ന സ്റ്റാറ്റസ് ആണ് കേട്ടോ. അപ്പോൾ 3 കാറ്റഗറി ഉണ്ട്: മഹാരത്ന, നവരത്ന, അതുപോലെ പിന്നെ ഏതാണ്? മിനി രത്ന. അപ്പോൾ ആദ്യം കൊടുത്ത സ്റ്റാറ്റസ് നവരത്നയാണ്. അതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ്സ് ഉള്ള, ബേസിക് കണ്ടീഷൻസ് ഉള്ളതേ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മഹാരത്ന സ്റ്റാറ്റസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്റ്റാറ്റസ്, മഹാരത്ന സ്റ്റാറ്റസ് ഗ്രാൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള കമ്പനികൾക്കും ആയിരിക്കും? നേരത്തെ നവരത്ന പദവി നേടിയ കമ്പനികൾ. കാരണം തുടക്കത്തിലെ ഈ പറയുന്ന ലാഭം ഉണ്ടാക്കിയെടുക്കില്ലല്ലോ, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് വരില്ലല്ലോ. ആദ്യം നവരത്ന സ്റ്റാറ്റസിൽ വന്നിട്ട് അതിൽ നിന്നാണ് അവരെന്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്? മഹാരത്നയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ 14 കമ്പനികളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് മഹാരത്ന കമ്പനികൾ ഉൾപ്പെടുന്നത് ഏതെന്ന ചോദ്യം വരും. നോക്കാം, ലിസ്റ്റ് നോക്കാം. നോക്ക്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, BHEL, ഇന്നത്തെ ലിസ്റ്റാണ് കേട്ടോ, അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്,
ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇങ്ങനെ 14 കമ്പനികളാണ് ഇന്ന് എന്തുള്ളത് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് പാലിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാറ്റസ് ഉള്ള കമ്പനികൾ? മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനികൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ നവരത്ന ലിസ്റ്റിലേക്ക് വരികയാണ്. ഇതിന് തൊട്ട് താഴെ വരുന്ന കാറ്റഗറിയാണ് നവരത്ന. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ സ്റ്റാറ്റസിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റാറ്റസ് ലഭിച്ച കമ്പനികൾക്ക് ഗവൺമെൻറ്റിൻ്റെ എന്തില്ലാതെ, ഉപദേശമില്ലാതെ, അഡ്വൈസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പ്രവർത്തിക്കുന്നു വെച്ചാൽ ഓട്ടോണമി കൂടി ലഭിക്കുന്നുണ്ട് കേട്ടോ. ഈ നവരത്ന സ്റ്റാറ്റസ് ഉള്ള, മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള, മിനിരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനികൾക്കുള്ള പ്രത്യേകത എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഓപ്പറേഷണൽ ഓട്ടോണമി, പ്രവർത്തനപരമായ സ്വയംഭരണമുണ്ട്, മാനേജീരിയൽ ഓട്ടോണമി ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ ഓട്ടോണമി ഉണ്ട്, സ്വന്തം നിലയ്ക്ക് പണം ചിലവഴിക്കാനുള്ള നിയന്ത്രണമുണ്ട്. പബ്ലിക് സെക്ടർ കമ്പനികളാണെങ്കിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനികളുടെ മാനേജ്മെൻറ്റിന് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാം. ഇപ്പോൾ നമ്മുടെ KSRTC ശമ്പളം കൊടുക്കണം, ഇപ്പോൾ വലിയ മാറ്റം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും പെൻഷനും മറ്റുമൊക്കെ കൊടുക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ഗവൺമെൻറ് സഹായം വേണം. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അനാവശ്യമായിട്ട് അനാവശ്യത്തിനും ഗവൺമെൻറ് അവിടെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ മഹാരത്ന കമ്പനികളിലും മിനിരത്ന കമ്പനികളിലും നവരത്ന കമ്പനികളിലും ഓപ്പറേഷണൽ, മാനേജീരിയൽ, ഫിനാൻഷ്യൽ ഓട്ടോണമി ഉള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ആ കമ്പനികൾക്ക് സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അവിടെ ഇല്ല. മനസ്സിലായില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് കൂടി. അതാണ് ഈ കമ്പനികളുടെ ഒരു പ്രത്യേകത. ഇനി നോക്ക് നവരത്ന ലിസ്റ്റ് നോക്കാം. നോക്കുക, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മഹാരത്ന കമ്പനികൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 14 അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. നവരത്ന ലിസ്റ്റ് 10-26ഓളം കമ്പനികളുണ്ട്. അതുകൊണ്ട് അത് പഠിക്കാൻ പറ്റുന്നവർ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പക്ഷേ മഹാരത്ന കമ്പനികൾ ഉറപ്പായിട്ടും പഠിക്കുക. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ്, നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ്, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NMDC ലിമിറ്റഡ്, രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, ONGC വിദേശ് ലിമിറ്റഡ്. ONGC അതിൻ്റെ വേറൊരു കമ്പനി നമ്മൾ മഹാരത്നയിൽ പറഞ്ഞു, അതല്ല, ONGC വിദേശ് ലിമിറ്റഡ് ആണ്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, IRCON, അതുപോലെ RITES, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, റൈറ്റൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, NHPC ലിമിറ്റഡ്, SJVN ലിമിറ്റഡ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്, IRCTC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നവരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനികൾ. 26 കമ്പനികളാണ് നവരത്ന സ്റ്റാറ്റസ്. എണ്ണം ഓർത്തിരിക്കുക. 14 മഹാരത്ന കമ്പനികൾ, 26 നവരത്ന സ്റ്റാറ്റസ് ഉള്ള. ഇതിൽ നിന്നുള്ള കമ്പനി നേരത്തെ പറഞ്ഞ ഈ നവരത്ന സ്റ്റാറ്റസ് ഉള്ള കമ്പനികളിൽ നമ്മൾ മഹാരത്ന സ്റ്റാറ്റസ് അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് പറഞ്ഞല്ലോ. ആ റിക്വയർമെൻറ്റ്സ് ഏതെങ്കിലും കമ്പനികൾ നേടിയെടുത്താൽ അത് ഏത് സ്റ്റാറ്റസിലോട്ട് മാറും? മഹാരത്ന സ്റ്റാറ്റസിലോട്ട് മാറും. എന്നാൽ മഹാരത്ന സ്റ്റാറ്റസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പാലിക്കാൻ, ഫുൾഫിൽ ചെയ്യാൻ ഏതെങ്കിലും കമ്പനികൾക്ക് കഴിയാതെ വന്നാൽ അവർ ഏതിലോട്ട് തരം താഴ്ത്തപ്പെടും? നവരത്ന സ്റ്റാറ്റസിലോട്ട് മാറ്റപ്പെടും. അങ്ങനെയും ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി പിന്നെ മിനിരത്ന കമ്പനികൾ, ഈ മഹാരത്ന, നവരത്ന, അത് കഴിഞ്ഞ് ഏറ്റവും താഴെയാണ് മിനിരത്ന കമ്പനികൾ. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 73 കമ്പനികളാണ് ഇപ്പോൾ മിനിരത്ന സ്റ്റാറ്റസ് ഉള്ളത്. ഓക്കെ ആണല്ലോ? അത് ഓർത്തിരിക്കുക. ഇപ്പോൾ 14, 26, 73 ഇതാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൈവറ്റൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിബറലൈസേഷൻ, അടുത്ത പ്രൈവറ്റൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്ലോബലൈസേഷനുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.